ഏകശ്ലോക രാമായണം നിത്യവും ഒരു തവണ ജപിക്കുന്നത് സകല ദുരിതങ്ങളും അകറ്റും. ഇത് മനസ്സിലെ ഇരുട്ടിനെ അകറ്റി പ്രകാശപൂരിതമാക്കും. ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി മോക്ഷപ്രാപ്തി ലഭിക്കാൻ രാമായണ പാരായണം കൊണ്ട് കഴിയും. ഇതേ ഫലസിദ്ധിയാണ് ഏകശ്ലോക രാമായണം നിത്യവും ജപിച്ചാൽ ഉണ്ടാകുന്നത്. നിങ്ങൾ ഒരു ശ്രീരാമ ഭക്തനാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ജയ് ശ്രീറാം എന്ന് കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ആത്മീയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമയപരിമിതി മൂലം രാമായണം മുഴുവനായി വായിക്കുവാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു ശ്ലോകം ജപിച്ചാൽ രാമായണം മുഴുവൻ വായിച്ചതിന് തുല്യമായ ഫലം ലഭിക്കും. നിത്യവും ഭക്തിയോടെ ഇത് ജപിക്കുന്നത് പാപങ്ങൾ അകറ്റാൻ സഹായിക്കും. മനസ്സിലെ ബുദ്ധിമുട്ടുകൾ മാറി ശാന്തിയും ഐശ്വര്യവും ലഭിക്കും. രാമായണ മാസമായ കർക്കിടകത്തിൽ ഈ ശ്ലോകം ജപിക്കുന്നത് അത്യന്തം പുണ്യമാണ്. ഒരിക്കൽ ഭരതൻ ഹനുമാനോട് രാമരാവണ യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമന്റെ വനവാസം തൊട്ട് രാവണ നിഗ്രഹം വരെ വിവരിക്കുന്നതാണ് ഏകശ്ലോക രാമായണം. രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒരൊറ്റ ശ്ലോകത്തിലൂടെ പറയുന്നു. ശ്ലോകം ഇതാണ്: പൂർവം രാമ തപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത് രാവണ കുംഭകർണ ഹനനം ഏതദ്ധി രാമായണം. ഒരിക്കൽ കൂടി: പൂർവം രാമ തപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത് രാവണ കുംഭകർണ ഹനനം ഏതദ്ധി രാമായണം. അർത്ഥം: ശ്രീരാമൻ വനവാസത്തിനായി തപോവനത്തിലേക്ക് പോയി. അവിടെ വച്ച് മാരീചനെ വധിച്ചു. തുടർന്ന് സീതാദേവിയെ രാവണൻ അപഹരിച്ചു. സീതയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ പക്ഷിയായ ജടായു കൊല്ലപ്പെട്ടു. സീതയെ അന്വേഷിക്കുന്നതിന്റെ ഇടയിൽ രാമൻ സുഗ്രീവനുമായി സഖ്യത്തിലായി. സുഗ്രീവനെ സഹായിക്കുന്നതിനായി വാനര രാജാവായ ബാലിയെ നിഗ്രഹിച്ചു. വാനര സൈന്യവും ഹനുമാനും സീതയെ തേടി സമുദ്രം കടന്ന് ലങ്കയിലെത്തി. ഹനുമാൻ ലങ്കാപുരി ചുട്ടെരിച്ചു. അതിനുശേഷം നടന്ന യുദ്ധത്തിൽ രാവണനെയും കുംഭകർണനെയും രാമൻ വധിച്ചു. ഇതാണ് രാമായണ കഥ.